എന്താ പരിപാടി? നാളികേരം പൊളിച്ച. നാളികേരം അതായത് ഇമാരൊക്കെ നാളികേരം എന്നാ പറയാ. നമ്മളവിടെ ഒക്കെ തേങ്ങ എന്നല്ല പറയാ. ഇപ്പോഴും നല്ലത് എന്ത് ചെയ്യാ, വല്ല ബ്രോസ്റ്റോ അൽഫാമൊക്കെ കൊടുക്ക മീങ്ങൾക്ക് കെണി വെക്കുമ്പോ. എന്നാ പിന്നെ ഓല പിടിച്ചാൽ നടക്കണം. അൽഫാമും ബ്രോസ്റ്റ് ഉണ്ടെങ്കിൽ അതാ നിന്നാ പോരെ അല്ലേ? ആ പൈസക്ക് ശരിക്കും എന്തൊക്കെ വാങ്ങലേ? നമ്മളെ പൈസ അല്ല, നമ്മൾ ആ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നഷ്ടബോധങ്ങൾ ഇന്നും കൂടെ ഉണ്ടാവുകയും ചെയ്യും. കണ്ടോ ഇങ്ങോട്ട് കളിച്ചുമ്പോ ശ്രദ്ധിച്ചോളിട്ടാ. 3 കുട്ടികളായിട്ട് ഇറങ്ങും കളിക്കളത്തേക്ക്. ഇന്നലെ രാത്രി എനിക്കൊന്ന് പൊട്ടേണ്ടി വരും കേട്ടോ. ഇന്നലെ രാത്രി ആ കുട്ടി അങ്ങമാതിരി നല്ലോണം ഒളിച്ചിട്ട് ആ താഴത്തേക്ക് ചാടായിട്ടില്ലാന്നുള്ളു. ഞാൻ അപ്പോഴത്തേന് ഞാൻ നീച്ചാണ് എന്നെ വിളിച്ചു. ഗൈസ് അങ്ങനെ നമ്മളെ മാങ്ങാമൂച്ചി പൂത്തു. തോട്ടത്തിന്ന് ചീര അരച്ചറിയുമ്പോ സയൻസിപ്പ് ചെലവ് നോക്കാത്തവനാണ്, പെരയ്ക്ക് ചെലവിന് കൊടുക്കാത്തവനാണെന്നില്ല വർത്താനം നിർത്തിക്കോളി. ചീരയാണ് പറിച്ചു കൊടുത്തിക്കണേ കറി വെക്കാൻ. ഹലോ ഗായ്സ്, അൻഷിഫ് മൂനിക്കൽ on the stage. അൻഷിഫ് മൂനിക്കൽ ചെരുപ്പ് on the floor. ചെരുപ്പ് നിലത്തേക്കാടി ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് കൊടുക്കണത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടോ. അപ്പൊ ഇന്ന് നമ്മള് നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല. അപ്പൊ കുട്ടികളായിട്ടൊക്കെ കുറച്ച് നേരം ചില്ല് ചെയ്ത് കണ്ട് ഇങ്ങനെ കുപ്പിച്ചില്ല് ചെയ്യാട്ടോ. അതാ ഇന്ന് നമ്മളെ സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്ന്. അപ്പൊ ഇന്ന് നമ്മള് കുട്ടികളുടെ ഒപ്പം ഒക്കെ ഒന്ന് ചില്ല് ചെയ്യല്ലേ, കുപ്പിച്ചില്ല്. ഓക്കെ ലജുബ്രാനെ, ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പൊ കുട്ടി എനിക്കൊരു അടങ്ങി നിന്നാണ്ട് വർത്താനം പറയാൻ അറിയില്ല അല്ലേ. വ്ളോഗില് വർത്താനം പറയുന്ന കുട്ടികളെയാണ് ഇഷ്ടം. അല്ല അങ്ങനെ വെറുതെ ചാടിക്കളിച്ച് വെറുപ്പിച്ചുന്ന കുട്ടികളല്ല. കണ്ടോ ടിഷ ഉണ്ടോ ഇങ്ങോട്ട് കൊണ്ടുവരീൻ. ടിഷ എന്താണ് ആ കണ്ടങ്ങള് ടിഷ ബേബി അവിടുന്ന് എന്താണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തില്? ഓള് നാവ് കിട്ടാൻ തുടങ്ങി. കുടിച്ച അപ്പൊ തന്നെ പോയി ഞാൻ എണ്ണാക്കി കൊന്നായിട്ട്. അപ്പൊ അതായത് ഓള് വർത്താനം പറയാൻ പഠിച്ചിട്ടൊന്നും ഇല്ലട്ടെ ഗൈസ്. പക്ഷെ ഓളെ കാട്ടിക്കൂട്ടലുണ്ടാ. ഓള് ഭയങ്കര പ്രാസംഗികൊക്കെയാണ്. വീഡിയോ ഓൺ ആക്കിയപ്പോ തുടങ്ങിയിരിക്കണോളും വിളിച്ചല്ലേ. അതായത് ഞങ്ങൾ ഇവിടെ ഇതിലാണ് വർത്താനം പറയണെന്നുള്ളതും അതേപോലെ എന്തോ ഒരു ക്യാമറ ഞാന് അബ്ബബ്ബാന്ന് പറഞ്ഞതോളം ഒറ്റക്ക് അബ്ബബ്ബാൻ. എന്നിട്ട് ഇമ്മമ്മ പറഞ്ഞ ടിഷുമ. പിന്നെ അല്ല റാഷിദ്, എന്താണെന്ന് ചോറിന് എന്താണ് കൂട്ടാൻ തൊള്ള കുട്ടിക്ക? ചോറിന് താളിപ്പുണ്ട്, തക്കാളി താളിപ്പ്. ഇന്നലത്തെ ഇന്ന് എന്താ ഉള്ളതെന്ന് വെച്ചേ? ഇന്ന് ചോറുണ്ട്, മീനുണ്ട്. മീൻ നന്നാക്കിയിട്ടില്ല. മീൻ നന്നാക്കണമെങ്കിൽ ഇപ്പോൾ ഒരാൾ പിടിച്ചണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉറക്കണം. ഉറക്കലല്ലേ കുഞ്ഞോളെ എല്ലാ തള്ളാരും ചെയ്യാ. ഇബളെ കുപ്പായം നോക്കാം. ഇത് ജിബ്രാന്റെ കുപ്പായല്ലേ? ജിബ്രാന്റെ അങ്ങനെ നിലത്തേക്ക് ചാടിയാല് അവളെ ഡ്രസ്സിങ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. യൂട്യൂബില് കുറച്ച് വലിയ ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തു. പോണു ഇവിടെ പോണു കൊറേ നേരം ഇതിൽ കൂടെ അങ്ങോട്ട് ചാടി കളിച്ചു. അത് കണ്ടിന്യോ? നല്ല ചാട്ടം ചാടുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇന്നലെ നമ്മളെ പുഴയിൽ മീൻ പിടിച്ചാനൊക്കെ പോയി. ഇബ്രുവിന് കൊറേ മീന്. അല്ല ഇബ്രു എവിടെ എന്റെ മീനുകള്? എന്ത് മീൻ 3 ചത്തു. ആകെ 4 ഉണ്ട്. ചത്തതല്ല കൊന്നു. എങ്ങനെ ബക്കറ്റിൽ കൈയിട്ട് ഇങ്ങനെ കളിച്ചാ. അപ്പൊ 3 ചത്തു. എന്നിട്ട് ഞാൻ പുറത്തുകൊണ്ടുപോയി വെച്ചീന്. എന്നിട്ട് പൂച്ച തിന്നും പറഞ്ഞാണ്ട് അത് മൂടി വെച്ചത്. കൊണ്ടിരുന്നു ആകെ ചത്തുക്കണോ? ജീവനുള്ളാണെങ്കിൽ അതിനെ കൊല്ലല്ലേ പോയിങ്ങാണ്ട്. ഇവലെ ജീവൻ ഉണ്ടോന്ന് നോക്ക്.
വറുത്തുകാണ്ട് ഇത് പൊരിച്ചേരോ? ചത്ത മീനെ തിന്നാൻ പറ്റൂല ഇബ്രാഹിമേ, അറിയില്ല? അത് കുഞ്ഞേ ചത്ത മീനിനെ തിന്നാൻ പറ്റൂ? ആ എന്നാ ഞാൻ അവിടെ നിന്നോട്ടെ കേട്ടോ. ചത്ത മീൻ തിന്നാൻ പറ്റൂല, അറിയോ? ആ പറ്റുമോ ഇബ്രാഹിം? ചാർക്കോളൊക്കെ തിന്നാട്ടെടുത്തിക്കണത്. ആ അങ്ങോട്ട് നോക്കാണ്. പിന്നെ എങ്ങനെ മീൻ കളിച്ചാകാതൊക്കെ? ആ ഓന് മീനിനെ ഓന് ഇതാക്കണം, ഓന് മെയിനാകണം. കാണണില്ലല്ലോ പിന്നെ ആരതിക്കത് ആരെ കരിക്കട്ടെ? ഹൗദാ തല്ല തച്ചുകാട്ടില്ല. ഇത് വേണ്ടാന്ന് ഞാൻ പലവട്ടം പറക്കിട്ടോ അവിടെ. അത് ഞാനേ കൊറേ അത് മീനാണ്, മനുഷ്യക്കുഞ്ഞല്ല ഇന്നലെ തൊട്ട് പറയാൻ തുടങ്ങി. ആ മനുഷ്യക്കുട്ടിക്കാ കരിക്കട്ടിട്ട് കൊടുക്കല്. അപ്പൊ ഗൈസ് നമ്മളെ പ്ലാവ് നോക്കാണ് നിങ്ങള്. ഇപ്രാവശ്യം നല്ല കായ്ഫലം കിട്ടുന്നുണ്ട് കേട്ടോ അല്ലേ? ഉണ്ടോക്കാണ്. കണ്ണേറ് വെക്കരുത്, ഇഷ്ടം പോലെ അവിടെയൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10-28 ചക്ക ഉണ്ടാവും അല്ലേ? ഇതിൽ കൂടെ ഒക്കെ നോക്കാണ്ട്. നമ്മളെ പ്ലാവിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ കുറ്റിക്ക വരെ കായ് ഉണ്ടാവുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുത്താ കണ്ടോ? പക്ഷെ അവിടെ പെരിച്ചായി തുരക്കുണ്ട് കേട്ടോ കുഞ്ഞോളെ. ഇതെന്താ ഒന്ന് ക്ലിയർ ആക്കിയപ്പ? എന്നാ അവിടെ ഒരു കല്ലുണ്ടെന്ന് ഇടണം, കുറച്ച് വലിയൊരു കല്ലുണ്ടെന്ന് ഇടാം നമുക്ക്. ഇന്ന് എന്താ അറിയോ അല്ലേ? അതായത് ഞാൻ കുഴിച്ചിട്ടിക്കണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഫലമില്ലായിരിക്കൂല കുഞ്ഞോളെ. ആ അൻഷിഫ് മൂനിക്കൽ തൊട്ട പൊന്ന. എടാ ഇബ്രാ ഇത് കൊണ്ടാണ് നടന്ന കാലുമൊക്കെ ചാടിച്ചല്ലേ? പണ്ട വലുതൊക്കെ ഞാൻ പിടിച്ചോണ്ട് ഈ ചെറുത് പിടിച്ചാൽ മതി. അപ്പൊ കേസ് നമ്മളിന്ന് ഈ കല്ലുകൾ എന്ത് ചെയ്യാണ്, നമ്മളാ പെരിച്ചായന്റെ പൊത്തിൽ കൊണ്ടുപോയി ഇടാറ്. എന്തിനാണ് ആ പൈപ്പ് തുറന്ന് വെച്ചിക്കണേ? നമ്മളെ ചക്ക നശിപ്പിക്കുന്ന പെരിച്ചായിയുടെ ചുട്ടാനിക്കുറ്റി ഞങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നതാണ്. കടിക്ക ഇതുപോലെ എൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തരുന്നേക്കണേ. സംഗതി പെരിച്ചായിൻ്റെ മാള എനിക്കൊണ്ടേ ഈ ചക്ക കായ്ക്കാനുള്ള മെയിൻ കാരണം പെരിച്ചായാണ് കൊണ്ട്. കാരണം പെരിച്ചായ അതിൻ്റെ ഇടയിൽ പോയി കൂട് കൂട്ടിക്കാണ്ടേ പിന്നെ നമ്മളതിനോട് അവിടെ അടച്ചൊക്കെയല്ലേ, ശ്വാസം കിട്ടാതെ ചാത്തുകാണ്ട് വളമാകാണ് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ തോട്ടമൊക്കെ കണ്ടില്ല നിങ്ങൾ ഗൈസ്? തോട്ടത്തിലേ ചെറിയൊരു പ്രശ്നം എടി, നമ്മൾ ചെറിയൊരു പച്ച കൈക്കോട്ടില്ലേനോ അവിടെ? ബ്രോ ആ കൈക്കോട്ടൊന്ന് എടുത്തു കൊടുത്താ, പച്ച കൈക്കോട്ട് എവിടെ? ജിബ്രാനോട് ചോദിച്ചാൽ മതി ഒക്കെ. കൈക്കോട്ട് മറ്റേ കോടാലിയൊക്കെ ജിബ്രാനോട് ചോദിച്ചാ കൊടുത്തോണ്ടെന്നോ. ഇതിങ്ങനെ എടുത്തേക്കാനല്ലോ കേട്ടോ. അതിലെന്തേലും പറയാനാണ് തരുന്നത്. മീൻ നന്നാക്കിയിട്ടില്ല. അതെന്തിനാ അതില് പറഞ്ഞേ? എന്തേലും പറഞ്ഞോ പോരെ, കുട്ടീനെ നോക്കണം ലേട്ടീഷ. കണ്ടോ കൈക്കോട്ടിന് അവിടെ കച്ചറ കൂടി. ഇബ്രാഹിമേ എവിടെ? ഓനാണ് കേട്ടോ, ഓനാണ് ഞാൻ ഏൽപ്പിച്ചു. ഓൻ്റെ അടുത്ത് കൊടുത്തു. ഇതാണോ ജിബ്രാന്? പക്ഷെ ഓൻ ഇവിടുന്ന് പാഞ്ഞില്ല, ഓനെ ഞങ്ങൾ പറഞ്ഞയച്ചില്ല. അപ്പോൾ ഇതിന് കൊണ്ടേ കൊടുത്ത ഓനാണ് ചെറുത് എപ്പോഴും. ഓൻ വന്നിക്കണേ അന്ന് വെച്ച് കൊണ്ടേക്കാറ്. അങ്ങനെ അവിടെ നോക്കാണി ഹലോ വിളിച്ചാണ്ടാ നീച്ച് കൊടുത്തളാ വാങ്ങിക്ക കൊടുത്ത ഇങ്ങോട്ട് കൊടുത്ത. കടിക്കോട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ.
നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ശരിയാക്കി തരാം. ഞാനാണോ പോരെ പോര്. നമ്മളേ ആദ്യം ചതലൊടിച്ച് കാണ്ട് ഒരു ചെട്ടി ചത്തുക്കള്. അജും കുട്ടികളും ഇവിടെ നിന്നാൽ മതിയാവും. കാരണം ഇവിടെ പുല്ലായിട്ട് ചെരുപ്പിടാതെ ഇതിൽ കൂടെ പോരാനാണ് നിൽക്കട്ടോ. ഇബ്രുവാ ചെരുപ്പിട്ടോ. കൂടെ ആണെങ്കിൽ ചെരുപ്പിട്ടാ എന്താ എനിക്ക്? അത് അതിന് പറഞ്ഞാൽ കേട്ട് ശീലല്ലോ. അവൻ എൻ്റെ സ്വഭാവമല്ലേ കിട്ടിക്കണേ. ഇവിടെ ഗൈസ് ഇത് കണ്ടത് നമ്മളൊരു പ്ലാൻ എങ്ങനെ വെച്ചാൽ വരുന്നത് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ റൗണ്ടിൽ റിങ് ഇടും, കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് എല്ലാത്തിനും ഇടും ചെറിയ റിങ്ങുകൾ. അപ്പോൾ കാണാൻ നല്ല രസിക്കും. എന്നിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ഇൻ്റർലോക്ക് ഇടും. ഇൻ്റർലോക്കോ അല്ലെങ്കിൽ മെറ്റലോ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഫുള്ള് റിങ് ഇടുക. വാങ്ങേ എവിടെ ആർക്ക് കാട്ടി കൊടുത്താലും അതിന് തൊട്ട പോലെ കഴിയാൻ പറ്റൂല. തൊടല്ലേ തൊട്ടാ കേട്. ഗൈസ് അങ്ങനെ നമ്മളെ മാങ്ങാമൂച്ചി പൂത്തു. ഇവിടെ തന്നെ കട്ട് ചെയ്യുക. വള്ളിന്റെ ഹൃദയാണ് മുറിച്ചാണ്. അത് പറഞ്ഞ ചക്കര കേങ്ങ അതൊന്ന് മുറിച്ചിട്ടേ ചീരയാണ്. ഇത് ചീരല്ലേ ഞങ്ങളെ ഇത് കറി വെച്ചാലേ നമ്മള് അതെ നല്ല ചീരയാണിത് അല്ലേ? പക്ഷെ അതുണ്ടായ പോരാ, തോന വേണം. ഇവിടെ ഉണ്ടോ നോക്ക് വേറെ ഇവിടെ ഉണ്ട് അത് ചീര ഉണ്ടാകണപ്പോ. ഗൈസ് അപ്പൊ നമ്മളിന്ന് നമ്മളെ തോട്ടത്തിൽ ചീര കൃഷി നടത്തിയത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മളെ കറി. കാരണം ഓളെ ഏതായാലും താളിപ്പിന്റെ ആളാണ് കുഞ്ഞോള്. ആടി നല്ല ചീരയാണ് ഇതാക്കണ്. ഇവിടെ ഉണ്ട്. അങ്ങനെ പറിച്ചുണ്ടാക്കുവോ? ഇല നുള്ളിയാ മതിയേ, എന്നാ പിന്നെ ഉണ്ടായിക്കോളൂ. എന്തായാലും ഇപ്പൊ കാട് ഇട്ടുമ്പോ ഇതൊക്കെ പോവും. പറിച്ചൂടി ഉണ്ടെങ്കി ഇങ്ങോട്ടൊക്കെ അതൊന്ന് കാട്ടി കൊടുത്ത. എന്തൊക്കെയാ പറിച്ചണ? ചീരയാണ് കറി വെക്കാനാ കാക്കോ? കറി വെക്കാൻ പറിച്ചണ ചീരാള് നോക്കിയപ്പോലൊക്കെ അല്ല. നല്ല ചീരന്റെ ഇലയും കൂട്ടിയിട്ട് ഇന്ന് ചോറുന്നണം ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിക്കോട്ടെ. ആ അങ്ങനെ ഒടിച്ചാ മതി, അപ്പൊ അങ്ങനെ ഉണ്ടായിക്കോളൂ. ഇതാണ് ചീര. ഇതിന്റെ നടുകൊണ്ട് പൊട്ടിച്ച അല്ല, കുറച്ച് താഴ്ത്തി. അല്ല അല്ല കുറുന്തോട്ടി ഒന്നും പറിച്ചാണ്ടേ കറിയിലിടല്ലോ കേട്ടോ നാളെ. ഇങ്ങനത്തെ ആ ഒന്നും ചീരയല്ല. അല്ല അത് മതിലേ. ആ തോട്ടത്തിന്ന് ചീര അരച്ചറിയുമ്പോ പറിച്ചോണ്ട് സംസിപ്പ് ചെലവ് നോക്കാത്തവനാണ്, പെരയ്ക്ക് ചെലവിന് കൊടുക്കാത്തവനാണെന്നില്ല വർത്താനം നിർത്തിക്കോളി. ചീരയാണ് പറിച്ചു കൊടുത്തിക്കണേ കറി വെക്കാൻ. ആ ഒരു നേരത്തെ കറി, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടില്ലേ. ആ കൊണ്ടുവാ. പഠിച്ചോട്ടോ ചീര. നമുക്ക് പോകല്ലേ ടീച്ചർ. മതി ഇത് പറിച്ചാക്കി. പുല്ല് പറിച്ചോക്കാക്കോ. അപ്പൊ അതിനോടെ നേരല്ലേ പോകണ്ട എടുത്തോളൂ നിങ്ങള്. പോയിട്ടാപ്പ അത് അങ്ങനെയല്ല ടീഷ തിന്ന. പല ഐറ്റംസ് പുല്ലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളൊരാളി വെറുതെ വിടൂല. പുല്ലേ. ആ ഇബ്രോ
പൂരക്ക് കൈയിട്ടാതെ പറിച്ചൂടാണ്ട് പിന്നെ ഏറ്റവും പുല്ലപ്പ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് പഞ്ചാബ് പറിച്ചണം. ചീരല്ലാത്ത എല്ലാ പുല്ലും നമ്മൾ നശിപ്പിക്കും ഗൈസ്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോളേ എന്ത് എന്താ ചെരിഞ്ഞ് അപ്പൊ ഗൈസ് ഇത് അടിയിൽ ചെതല് പിടിച്ചാണ്ട് ഇതിന്റെ വേരുമെന്ന് കണ്ടങ്ങള് ഓരോന്നോരോന്നായിട്ട് വേറിട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനെ നിർത്തി ബ്രോ ഇതിനെ പിടിച്ച ഇതിനെ വെളു തുമ്മണത് മൂക്കിലാണ് ചീരണ്ടല്ലേ. കുറച്ചൊക്കെ മണ്ണൊക്കെ ആവും. മണ്ണൊന്നും ആകാത്ത മക്കളാണെങ്കിൽ തിരക്കടില്ല. അതല്ല ഞാൻ പറഞ്ഞത് കൈക്കോട്ട് തട്ടിച്ചാൽ സോറി അത് കേട്ടില്ല. എന്നങ്ങോട്ട് പോരെ ചൊറിയെങ്കിൽ അതൊക്കെ ഒന്നായിട്ട് വലിച്ചല്ലോ കേട്ടോ. കല്ല് മാറ്റി ആ കല്ല് ഇവിടെ വെച്ചെടുത്തലോ മണ്ണിട്ടിട്ട്. ശരിയാ കല്ലാണ് കണ്ണുക്ക് രസമുണ്ട് പക്ഷേ ഇന്നലെ അവിടെ വിളിച്ചായിട്ട് ഇങ്ങനെ നിക്കണ്ടല്ലോ ഞങ്ങള്. ഞാൻ പോകും അതങ്ങനെയല്ല, മക്കളോടൊന്നും പറയാൻ പറ്റൂല കേസ്. അപ്പൊ കേൾക്കൂല. ഭയങ്കര പറഞ്ഞതല്ലേ ഇമ്മാരും ഇപ്പാരും കേൾക്കും പറയണതാണ്. എവിടക്ക് എന്തേ വരുന്നു? മണ്ട ബുദ്ധല്ലേ അപ്പുറത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞത്. എന്ത് സാധാ കണ്ണി കുടിച്ചിട്ടാണ് ബുദ്ധി ഓല് കുടിച്ച മാതിരി ചെറുപയറിട്ട് കഞ്ഞി കുടിച്ചണം തന്നെ. എന്താണ് പറഞ്ഞത്? എന്ത് കഞ്ഞി കുടിച്ചിട്ടാണ് നിങ്ങൾക്കില്ലേ സാധാ കണ്ണി കുടിച്ചിട്ടാണ് ബുദ്ധി ഒന്നും ഉണ്ടാവട്ടെ. അത് പോയിക്കോട്ടെ, നമുക്ക് അവിടെ വേറെ എല്ലാം ഉണ്ടാവും ഇവിടെ തന്നെ. തീർച്ചയല്ലേ പുല്ലത്താൻ ഇറങ്ങിയല്ലേ, ഞാൻ അത് മണ്ണിടാൻ വേണ്ടി ഇറങ്ങിയല്ലേ. പിന്നെ ഒന്ന് കൂട്ടാനെല്ലാം ഇറങ്ങാണ്ട് എന്താ പറയുക, ഇവിടെ വളക്കെ ഏറ്റങ്ങളങ്ങട്ടെ ഏറ്റെടുക്കും. അപ്പം അതിനേക്കാൻ ഇങ്ങോട്ട് പോരും എന്താ അവിടെ മുറലി കുത്തിരിക്കണേ. ഒരു ദിവസേ ഫുള്ള് നിന്നുകാണ്ടേ ഇതിൻ്റെ ഫുള്ള് പുല്ല് എത്തണം. നിങ്ങളാരെങ്കിലും എന്നെ കൊണ്ട് കഴിയൂല. രണ്ട് ചീര അരച്ചപ്പോത്തിന് കഴിഞ്ഞൂല എഞ്ചോടോ. റിങ് ഇട്ട് കൊടുത്താ മതിയൊക്കെ. റിങ് ഇടണേ, എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ റിങ് ഇടുമ്പോൾ. അപ്പൊ ബാക്കിയുള്ള സ്ഥലം ഇന്റർലോക്കാണ് ഇടുക, അല്ലെങ്കിൽ മെറ്റൽ ഇടുക. മതിലിട്ടിന് ശേഷം സെറ്റല്ലേ ഗൈസ്. ഞങ്ങളുടെ നാട്ടിൽ സൂര്യകാന്തി പൂവ്, മിനി സൂര്യകാന്തി നാട്ടത്തിന് പറയാം ഇബ്രാഹിമേ. മിനി ഊട്ടി എന്നൊക്കെ പറയണേ. എന്നാ അങ്ങോട്ട് കാട്ടിക്ക തൊള്ള തുറക്കും കേട്ടോ. ഇനി ഇവിടെ വർത്തമാനം പറയണ കാണട്ടെ. ഓക്കെ പറഞ്ഞു സോനുവിൻ്റെ ഫോൺ കുത്തിച്ചിട്ട്. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ലൈവ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യട്ടോ ഗൈസ്. ലൈവ് അടക്കുണ്ടാവും ഞങ്ങള് പച്ചതാണ് ഈ പറഞ്ഞത്. എന്താണ് ഇന്ന് സ്പെഷ്യൽ? എന്തൊക്കെ ഉണ്ടാക്കിക്കണോ കേട്ടോ? എന്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ ചട്ടിനി കുഞ്ഞോളോട് ഞാൻ ഇന്ന് എന്തൊക്കെ അറിയിച്ചപ്പോ ഇതാക്കണേ. ഇന്നലത്തെ താളിപ്പ് അത് ഇളക്കാണോള് അതിന്റെ അതാണ്
കളയണ്ട നല്ല നല്ല രസമുള്ള കായല്ലേ നല്ല എരിവൊക്കെ ഉണ്ട്. അതിലെന്നെ ചീരട്ട് കാട്ടിയാലുണ്ടാവും വേണ്ടല്ലേ? ചീര നമുക്ക് വെറുതെ കഞ്ഞിന്റെ വെള്ളത്തിലിടാം. ചീര നല്ല കഞ്ഞിവെള്ളത്തില് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ ചീര കാട്ടിക്ക. സ്ഥലെങ്കിലേ പോയി ബിരിയാണി വരച്ച് തിന്നോളി. നിങ്ങൾക്ക് ഇത് മതിയോ? ഒപ്പം ഞങ്ങൾക്കും അല്ലേ? ഒരു പോതി നിങ്ങൾക്കും അല്ലേ ബിരിയാണി? നമ്മൾ തറവാട്ട് പോയി നോക്കിയാലും ഉമ്മമാരുടെ അടുത്ത് എടി അതിന് ചോദിച്ചാണ്ട് വലുതാക്കല്ലേ, തല മുട്ടിയോ മൈൻഡ് ചെയ്യണ്ട. ഞാൻ കുട്ടികളെ കൊണ്ട് തറവാട്ടിൽ പോകണറിയാണ്ട് പോകാം. അപ്പോഴത്തേക്ക് എൻ്റെ ഇതൊക്കെ നോക്കിക്കോ. ഞാൻ ഓളെ ആട്ടിക്കാണ്ട് ഇതാക്ക് കേക്ക്. കേക്കല്ല എടുത്തേക്ക്. ഉറക്ക് ഉറക്ക് ആ. ഞങ്ങൾ തറവാട്ട് പോയി വരാം കുട്ടികളെയും കൊണ്ട്. അപ്പോൾ വേഗം ഉറക്കിക്കോ. ഓക്കെ, ലൈറ്റ് ഓഫ് ആകട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെ തറവാട്ടിലൊന്ന് പോയി വരട്ടെ കേട്ടോ. നമ്മൾ എന്നും വ്ളോഗിൽ നമ്മളെ തറവാടും ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇബ്രാഹിമേ അല്ലേ നടന്നു കണ്ടാണ് അതിമ കയറി കുത്തിരുന്നിട്ട് കാര്യമില്ല. ഒന്നായിട്ട് പാഞ്ഞാലേ ഓല ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. ഇതാ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് കയറിക്കാണ് പെരി കയറി. നിങ്ങൾ രണ്ടാളും പോരണ്ട. റോട്ടിക്ക് പോയ അതെ റോട്ടിക്ക് പായരുതെന്ന് പറഞ്ഞാണ്ടല്ലോ. എന്ത് നിങ്ങളും അങ്ങനെ തന്നെയാണ്. എന്തേ അത് ചെയ്യരുത് പറഞ്ഞത് ചെയ്തിട്ടേ പിന്നെ കാര്യമുള്ളൂ. എന്താ ഡിജി ചെയ്ത് ഞാൻ ചെയ്ത് ഞങ്ങൾ കൊല്ലും. വലിച്ചിട്ട് താനാണെന്നോ അന്ന മണ്ടൊക്കെ ഇട്ടോ. സിഗരറ്റ് വലിച്ചിട്ടല്ലേ പറയണേ? അതൊക്കെ നിർത്തിയടാ. അരിക്കുന്ന ആ ഗ്രൗണ്ടിൽ ഉണ്ടാകണ പുല്ലാണ്. മുന്നിൽ നിന്ന് എടുത്താട്ടോ. ബാക്കിൽ കിടന്നാൽ നല്ല രസമുണ്ട് അല്ലേ? അതൊക്കെ അവിടെ ഇട്ടുള്ള ആരുതാണാവോ? ആരുതാണാവോ? വേറൊരാളെ സാധനം അങ്ങനെ എടുക്കാൻ പാടില്ല. അവിടെ തന്നെ ഇട്ടു. ആ പുല്ലേക്ക് ഇട്ടള, റോട്ടിലിടണ്ട. ആ കുട്ടികളുടെ ഇക്കാരോ ഓൽക്ക് കളിച്ചാ. വരുന്നോലെടുത്ത് കൊണ്ടേക്കോട്ടെ. എന്നാലും ഇജ്ജ് എടുക്കണ്ട, മനസ്സിലായില്ലേ? വേറൊരാളെ സാധനം എന്ത് ചെയ്യരുത്. അതൊക്കെയാണ് നമ്മള് ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പറയട്ടെ ഔദം പറയട്ടെ പറ. ഹോസ്പിറ്റലോ പോയതാണ് ടീച്ചറിന്റെ പണി. എന്നിട്ടോ എന്താ കാട്ടിയേ? എന്നോടല്ലേ ചോദിച്ചു. ഓൻ പറയട്ടെ. അയാളോട് ഇങ്ങളുടെ പറഞ്ഞപ്പോ അല്ല പറഞ്ഞു. അവത്തിനെ വെച്ചു. ആ പൈസക്ക് ശരിക്കും എന്തൊക്കെ വാങ്ങലേ? നമ്മളെ പൈസ അല്ല, നമ്മൾ ആ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നഷ്ടബോധങ്ങൾ ഇന്നും കൂടെ ഉണ്ടാവുകയും ചെയ്യും. മോനെ എടാ എനക്ക് ശരിക്കും ആ പൈസക്ക് എനിക്ക് ചെങ്ങായിയെ മുട്ടായി ഇപ്പം പറയട്ടെ. എന്താണ് ഇപ്പം പറയട്ടെ? എനക്കൊന്നും പറയാനല്ലോ മാർക്ക്. എന്നാ പറ. ആ തൊള്ളിനാ എടുക്ക്. ഓക്കെ അത് ഓൻ പറഞ്ഞു പോയല്ലോ. അതേ പോയിന്റാണ് എന്റെ കുട്ടികൾ പറയുള്ളൂ. ശരിക്കും നിങ്ങൾക്ക് ആ പൈസക്ക് മുട്ടായി വാങ്ങിക്കൂടെ? വീട്ടിൽ കൊണ്ടുവരണ്ട, മുട്ടായി വാങ്ങിക്കൂടെ? എന്തേ ഇങ്ങോട്ട് നിക്കണ എല്ലാവരും ഒരു സൈഡിൽ കൂടെ പോകണട്ടെ. എപ്പോഴും ഞാൻ പറയണാണ്. അപ്പോഴേ വണ്ടിക്കാർക്ക് കൂടെ ഒഴിച്ചു പോകാൻ പറ്റുള്ളൂ. തോട്ടിക്കോ മീൻ പിടിച്ചാനോ? എപ്പോ? ഏത് തോട്ടിക്ക്? അതിലേ പോവാ? അതിലേ പോവാ? പാലത്തിന്റെ അടിയിൽ കൊറേ ഇവരെ കൊണ്ടാക്കിട്ട് വെറുതെ പോയോക്കെ നമുക്ക് സ്കൂട്ടി. അപ്പൊ ഇബ്രാഹിമെ ഞാനോട് ചോദിച്ചിന് മറുപടി പറയേ.
അനക്ക് ആ പൈസ വീട്ടിൽ കൊണ്ടുവരാ. എടാ ജിബ്രാനെ വേഗം കയറ്, സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക്. അബ്രോ ഒരു സൈഡ്. എപ്പോഴും റോഡിന്റെ വലതുവശത്ത് കൂടെ വേണം പോകാൻ കേട്ടോ. അതാണ് വലതുവശം. അത് റൈറ്റ് സൈഡാ. റൈറ്റ്. അത് ലെഫ്റ്റ്, ഇത് റൈറ്റ് ആണ് വലതുവശം. റൈറ്റ് കൂടെ പോകണം പറയണത് എന്തിനാ അറിയോ? നമ്മളതിൽ വണ്ടികൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അനെ കുത്താൻ വരുമ്പോൾ എനിക്കാണ് മാറിക്ക. നേരെ മറിച്ച് അങ്ങനെ പോണിച്ച് അത് പല്ല. നേരെ മറിച്ച് ഇടത്തു കൂടെ വെച്ച് പോണിച്ചാല് വണ്ടികൾ വരുമ്പോൾ എനിക്ക് കാണൂല. അപ്പം അനെ ഓല അഥവാ ഉറങ്ങിയാണ്ടൊക്കെ വരികയാണ്, നിയന്ത്രണം തെറ്റിയിട്ട് എനിക്ക് മാറാനും കഴിയൂല. അപ്പം എപ്പോഴും വലത്തെ ഭാഗത്ത് കൂടെ വേണം പോകാൻ, സ്കൂളിട്ട് വരുമ്പോൾ സ്കൂളിട്ട് പോകുമ്പോഴൊക്കെ. പിന്നെ സ്കൂൾക്ക് കഴിഞ്ഞാൽ ബസ്സിലാണ് പോക്ക്. എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ വേണമെങ്കിൽ സ്കൂൾക്ക് നടന്നു കണ്ടാ പോയിന്. അറിയോ അറിയോ അറിയാം എനിക്ക് എങ്ങനെ എനിക്ക് അറിയണത്. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. തറവാട് കാണിച്ചു കൊടുക്കും സോനു. അപ്പം നമ്മളെ വ്ളോഗിൽ ഡെയിലി നമ്മളെ തറവാട്ടുകാർ എല്ലാവരും ഉണ്ടാവും. ഉമ്മാ ഇവിടെ വരി. നമുക്ക് അങ്ങോട്ട് പോവാം, വാ. നമുക്ക് കാര്യമായിട്ട് എന്തോ പണിയില്ലട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഐഷുമ്മ ഭയങ്കര കാര്യപ്പെട്ട പണിയിലാണ്. എന്താ പരിപാടി? നാളികേരം പൊളിച്ച. നാളികേരം, അതായത് ഇമ്മാരൊക്കെ നാളികേരം എന്നാ പറയാ. നമ്മളവിടെ ഒക്കെ തേങ്ങ എന്നല്ല പറയാ. ഇംഗ്ലീഷ് മീഡിയത്തിൽ കോക്കനട്ട് എന്നാ പറയാ. ഏതായാലും വെളിച്ചെണ്ണ ഇല്ലത് അട്ടാലോ വിചാരിച്ചേ. ഇല്ല കുറച്ച് കൊട്ടത്തേങ്ങണ്ടേ, അതാ ഓളെ കൊണ്ട് ശ്രീദേവിനെ കൊണ്ട് പൊളിപ്പിച്ചങ്ങാണ്ടേ അല്ലാതെ മോലാളിമാരായിട്ടല്ല, സുഖല്ലാഞ്ഞിട്ടാണ്. സുഖല്ലാഞ്ഞിട്ടാണോ? ഒട്ടുക അതിന് കൊട്ടത്തേങ്ങയാണ്, അതുകൊണ്ടാണ്. വെള്ളം കൊടുത്തതാ പാലില്ലാത്ത അണ്ണാക്കിലോട് പോയി, പരിപ്പ് പോയി. കുറ്റം പറയാൻ വേണ്ടി വരികയിനി മോലാളിമാരെല്ലാറിഞ്ഞതുകൊണ്ട്. ഞാനത് അതൊക്കെ ശരിക്കും ചിഞ്ചുവിനുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയാം. ചിഞ്ചുവിനെ ഏൽപ്പിച്ചാ പോലെ. ഇവിടെ ഒരു മരുവോളുണ്ട്, നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചാതെ ആ പാവം ചേച്ചിനെ കൊണ്ടൊക്കെ ഇടങ്ങേറാക്കിച്ചത്. ചേച്ചിക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ചേച്ചിക്ക് ഏതായാലും ചേച്ചി ഇങ്ങോട്ടൊന്നും വരവില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വർത്താനം മേലാലും ഇങ്ങോട്ട് വരാത്ത കോലത്തിൽ എന്തെങ്കിലും വർത്താനം പറയലും അല്ലാതെ കാര്യമായിട്ടൊന്നും വരവില്ല. അപ്പൊ ഇങ്ങനത്തെ പണിക്കൊക്കെ വിളിച്ചാൽ ഞങ്ങൾക്ക് വർത്താനം. ചേച്ചി പറഞ്ഞാലേ നമ്മളെ പുതിയ അയലോക്കാരുണ്ടോ, അവിടെ പുതിയ വീടൊക്കെ വെച്ചാണ്ട് ഇപ്പൊ ഒന്ന് താമസക്കാരാണ് അല്ലേ. അപ്പൊ ഒരു 2 ലിറ്റർ കിട്ടും. അപ്പൊ ഇത് 2-3 ലിറ്റർ കിട്ടണം. അതാക്കണം അല്ല. എങ്ങോട്ടാ സിഫത്തൊക്കെ പോയിക്കണേ? സിഫത്ത് ഇന്നലെ മീൻ പോരാ മാതിരി ഇന്ന് തോട്ട് പോയി. ആരൊക്കെ? ആ തോട്ട് പോയ ഇതിലാറെ വലിയ പേരില്ല. ആരൊക്കെ പോയത്? സീതുവും ഊളും. നല്ല ടീമാ പോയിക്കണേ. നല്ല ടീം പോയാലും ഏറ്റവും കണ്ടോണ്ട് പിടിച്ചോണ്ടിരുന്നു. എങ്ങനെ ഓല് പോയാ കിട്ടോ? കെണിയാണോ അതോ കെണികളെ 2 കൊണ്ടേക്കണം? കെണിയാളെയും കൊണ്ടേക്കണം, ചൂണ്ടലും കൊണ്ടേക്കണം. നിഷാന് എയിലെ പോയിക്കണത്? മണ്ണാത്തിയോ? ആയിക്കൂടെ പോയിക്കണേ. നമ്മളവിടെ ഒന്ന് പോയി നോക്കിയാലോ ഗൈസ്. അപ്പൊ നമ്മള് ഇന്നലെ ഏതായാലും മീന് പുഴയിന്ന് കിട്ടിയില്ല. അപ്പൊ ഒരു തോട്ടുന്നാണോ ഒരു മെയിനായിട്ട് പിടിക്കില്ല. അവിടെ നിങ്ങൾ മറന്നല്ല, ആ ഡ്രസ്സൊക്കെ അവിടെ എന്താ ഇന്നലെ കിട്ടാത്തീന്? ഇന്നലെ എന്തിനെ പറ്റി കുറ്റം പറഞ്ഞേ? ഇന്നലെ കാക്കുന് എടുത്തീന്നു. അല്ല എന്താ ഇന്നലെ ഞാൻ ഒരു 1.5 കിലോ പെരല് പിടിച്ചു കൊണ്ടുവന്നിട്ട് മുത്തളിയാക്കാ കൊടുത്തുന്നിട്ട് എത്രങ്ങാനുണ്ടായിനിയത്. ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റക്ക് പോയ വലിയ പെരലാൾ കിട്ടും. നിങ്ങൾ കണ്ണാ പെരലാൾ ഇങ്ങനെ ആര വന്നിക്കണ അയച്ചമ്മേനെ കരിക്കോളി കെണീക്ക് ഇറങ്ങാണ്ടേ ഇങ്ങനെ
അതിന് ഞാൻ ആഴ്ച പറഞ്ഞ വന്നിക്കണ ഇറങ്ങാണ്ട് കെണി കയറാൻ പൊയ്ന്ന് കിട്ടൂല തോട്ടുന്ന് കിട്ടും. ആ അപ്പൊ അതിപ്പോ നിങ്ങള് വന്നാല് അയ്യ എന്തിനാണ് അവിടെ പറഞ്ഞത്? ആ നിങ്ങൾ പോകുമ്പോഴേ ഈ ഇത് കൊണ്ടുപോയിക്കോളിട്ടോ. എന്തിനാണോ ഇതായി കിട്ടും. അതാണ് കിട്ടുക. തേങ്ങ അവള് കൊണ്ടുപോയിട്ടില്ല മട്ട്. ഇല്ല മട്ട് അത് പിന്നെ അത് ഇത് അറിയണ്ട മട്ട് കൊണ്ടുപോയിക്കണല്ലേ? ഇല്ല കേടെന്നാ അതാണ് കൊണ്ടുപോയി. അതന്നെ കേടെന്ന് പറഞ്ഞാ അത് കേടരാത്താട്ടോ. അത് കാണിച്ചു കൊടുത്താടാ. കേടെന്നതാണ് ഓല് കൊണ്ടുപോയിക്കണത്. കേടരാത്തൊന്ന് കാണിച്ചു കൊടുത്താ അന്തസ്സിലെ മീൻ കയറും ഇതിനൊക്കെ. ഇത് ഫ്രഷ് കേടുന്നത്. അത് 2 കൊല്ലം മുന്നേ പയക്കുള്ളത്. അതല്ല എപ്പോഴും നമ്മള് മീനുകളാണ് നമ്മള് തിന്നാനുള്ള സാധനമാണ്. അതിന് നല്ലത് കൊടുക്കുക ആയിക്കോട്ടെ. പക്ഷെ നമ്മള് തിന്നണതല്ലേ, അതല്ല ഇറ്റങ്ങളെ വയറ്റിലുണ്ടാകുക. നല്ലത് തേങ്ങയില്ലേ നമുക്ക് ഇതൊക്കെ കേടുന്നാണ്. ഞാനിപ്പോ തേങ്ങന്റെ വില കൊണ്ട് വിടുക്കാണ് ഇതൊക്കെ. നമ്മൾ ഒരിക്കലും മീങ്ങൾക്ക് ഇങ്ങനെ കേടൊന്നും ചീഞ്ഞും കൊടുക്കരുത്. അപ്പൊ നമ്മൾ തന്നെ കഴിക്കാം. അപ്പൊ എപ്പോഴും നല്ലത് എന്ത് ചെയ്യാ, വല്ല ബ്രോസ്റ്റോ അൽഫാമൊക്കെ കൊടുക്കുക മീങ്ങൾക്ക് കെണി വെക്കുമ്പോ. എന്നാ പിന്നെ ഓല പിടിച്ചാ നടക്കണം. അൽഫാമും ബ്രോസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നിന്നാ പോരെ അല്ലേ? മീൻ പിടിച്ചാ നിക്കണം. അയച്ചമാസ് തഗ്. അപ്പൊ ഇനി നമ്മള് പോയോട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് തറവാട്ടിക്കന്നെ പോവാണ്. സാനു ഉണ്ട് വേണ്ട. സാനു അടക്ക് ഇവിടെ വാ, ഇവിടെ വാ. ഒരു അർജന്റ് കാര്യം ചോദിക്കട്ടെ ഗൈസ്. അതാണ് നമ്മളെ സാനു ഫവാസ്, ഷിംന ഫവാസിന്റെ വീഡിയോയിൽ തുണി മാടി പൊന്തിച്ച ചങ്ങായില്ലേ. ഓനിപ്പോ കുറച്ച് വലുതായിക്കണേ അല്ലേ? ഇവന്റെ സോനുവിന്റെ ചങ്കാട്ടോ. ഓല് രണ്ടാളോ, ഓന് സാനു ഇപ്പം സോനു. പോര് പോര് പോര്. അബ്രുവാ ഇബ്രാഹിമിനെ വിളിച്ചോ. റോട്ടിക്ക് പോവല്ലോ. പിടിച്ചാണോ? പിടിച്ച് അടക്ക്. ഇവിടെ ഒരു കാര്യം പറയട്ടെ. അജ്ജൊരു വണ്ടിമ്മ അനക്കൊരു വണ്ടിന്റെ എഴുതിയാണ്ട് ഞാൻ നിർത്താൻ പോവാ. എങ്ങോട്ടാണ്? കൊണ്ടുപോയി വെക്ക്. അവിടെ കൊണ്ടുപോയി വെക്ക്. ആ മീനിന് കൊടുക്കാനല്ലേ? അത് വേണ്ട. ഏത് മീനിന്? അതിന് കുഞ്ഞു മാമാന്റെ അടുത്തേക്ക് ഞങ്ങൾ പോണില്ല. കൊണ്ടുവച്ചളഞ്ഞ് വലിച്ചെറിയാൻ എന്നോട്. ആ പോര് പായലോടാ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മളെ വീട്ടിലെത്തിയിട്ടേ ആ കുഞ്ഞോളെ അടിച്ചോരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല. നിങ്ങളെ ഒരു മണിക്കൂറിന് അവിടുന്ന് ഒഴിവാക്കാനാണ് കുഞ്ഞോള് പറഞ്ഞത്. ആ ഇവര് 3 ആളുമാണ് എൻ്റെ ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇവര് 3 ആളോടും ഇന്നെ തൊട്ട് കളിച്ചാ ടിഷ ബേബി ഉണ്ട് അല്ലേ? അല്ല ടിഷ ബേബി ഇപ്പോൾ തല്ലൂടാനൊന്നും ആയിട്ടില്ലല്ലോ. ഇന്നെ തൊട്ട ബല ഇറങ്ങും. ഇൻ്റെ ഇതിൽ ബാഡ് കമൻ്റ് അടിച്ചുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോണ്ടി അല്ലേ ഇബ്രാഹിമേ? ഇതൊക്കെ പൂസൂലേ? എന്താ? ഇവനാണ് എനിക്ക് പേടി. കാരണം ഇവനാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ അല്ലേ? അതുപോലെ കൂട്ടത്തിൽ ഇപ്പം പേരും തല്ലൂലേ? എന്താ ട്രൗസർ മാടി പൊന്തിച്ചല്ലേ? ഓനെ എന്തോ ഒരു പരിപാടി കാണിക്കാൻ പോകണം. മാറുന്ന കണ്ടോ ഇങ്ങോട്ട് കളിച്ചുമ്പോ ശ്രദ്ധിച്ചോളിട്ടോ. 3 കുട്ടികളായിട്ട് ഇറങ്ങും കളിക്കളത്തേക്ക്. പിന്നെ അടിക്കാരം എന്ത് ഇവനൊക്കെ കരാട്ടെ സ്റ്റെപ്പ്. ഓനക്കും ഒരേ കരാട്ട. ക്യാമറമാൻ്റെ മേത്തേക്ക് പോയ പളർച്ചിൻ്റെ അടുത്തുനിന്ന് കിട്ടും. അങ്ങനെ ഗൈസ് എന്താ അപ്പൊ ഇത് നമ്മളൊരു ഒഴിഞ്ഞ ഏരിയയാണ്. അപ്പൊ ഇവിടെ ഈ വണ്ടിക്കാരൊക്കെ വന്ന് കണ്ടേ കാണിച്ചു കൊടുത്താ. അപ്പൊ ഇവിടെ ഇങ്ങനെ വെള്ളം അടിക്കണ പരിപാടി പ്ലാൻ ചെയ്ത് നിൽക്കേനെ. അപ്പൊ ഞാൻ വേറെ വണ്ടി വിട്ടോളിയാറും ഇവിടുന്ന് വണ്ടി എടുത്തോളിയാറ്. എന്താ ഇബ്രാഹിമേ എങ്ങനെയുണ്ട് ഇപ്പച്ചിന്റെ ഡയലോഗ്? എങ്ങനെയുണ്ട്? പൂസേ ഇപ്പച്ചിനെ എങ്ങനെയുണ്ട്? ഞാൻ എന്തോലോട് പറഞ്ഞേ? പബ്ലിക് പ്ലേസ് ആണ്. അപ്പൊ പബ്ലിക് പ്ലേസിൽ ഇരുന്നാണ്ട് എന്താക്കാൻ പാടില്ല? വെള്ളടിക്കാൻ പാടില്ല. വെള്ളടിക്കാൻ എവിടുന്ന് ഞമ്മക്ക് അത് എന്നോട് ഒരു വട്ടം ഞാനോട് അങ്ങോട്ട് പോയപ്പോ എടുക്കരുത് പറഞ്ഞല്ലേ? അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ നമുക്ക് നോക്കണ്ട. ഓക്കെ കാണാൻ നല്ല രസമുള്ളതാണല്ലേ? കാണുമ്പോ എടുക്കാൻ ഇങ്ങനെ തോന്നൂലേ? നമുക്ക് എടുക്കാനൊക്കെ തോന്നിയാല് നമ്മൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിന്റെ മുന്നിൽ നമ്മള് അത് എടുക്കുന്ന ഒരാളാകരുത്. മനസ്സിലായോ?
അപ്പൊ ഇത് അള്ളാഹു കാണാതെ എടുത്തുകൂടെയാണ്. അള്ളാഹു എല്ലായിടത്തുനിന്നും ആരും കണ്ടിട്ടില്ലേലും ആര് കാണും? അള്ളാഹു കാണും. അപ്പൊ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. ഓക്കെ. പിന്നെ പബ്ലിക് പ്ലേസിൽ മാത്രമല്ല വെള്ളം അടിക്കാൻ പറ്റാത്തത്, എവിടുന്ന് വെള്ളം അടിക്കാൻ പാടില്ല. മനസ്സിലായോ? വെള്ളടി പറഞ്ഞാൽ എന്താണ്? കള്ളുകൂടി കുടിക്കാൻ പാടില്ല കേട്ടോ. ആ റിമോട്ട് പൊട്ടിച്ചു ജിബ്രാൻ, റിമോട്ട് പൊട്ടിച്ചു. ഉണ്ടാക്കിയതാ? എന്നാ ആണ്ടേ പുറത്ത് കൊണ്ടേക്കോളൂ. ഔത്ത് കൊണ്ടെന്ന് കണ്ടോ അൽത്താൻ നിൽക്കണ്ട. നിങ്ങളെ മകിടിയൊക്കെ അതൊക്കെ എടുത്ത് വെച്ചോളാം. ആ ഓക്കെ ഒക്കെ എടുത്ത്. കുഞ്ഞാളെ, കുഞ്ഞുമോൾ എവിടെയാണ്? അന്റെ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ടന്നെ പോന്നിക്കണി ഞാന്. പോകാനോ ഇല്ല ഇങ്ങോട്ടന്നെ ഒന്നുമില്ല. എന്തായി? എന്തേലും പണി കഴിഞ്ഞോ? മീൻ നന്നാക്കിക്കൊണ്ടിരിക്കാണ്. ടിഷ ബേബി ഉറങ്ങി. ഏതാ മീനിന്ന് സ്പെഷ്യലാ? കിളിമീൻ, പുതിയാപ്ലക്കോര എന്നും പറയും. ഗൈസ് നമ്മളെ കിളിമീൻ അറിയണത് ശരിക്കും ചെറിയ സാധനമാണ്. പുതിയാപ്ലക്കോര അറിയണത് ഊഞ്ഞാൽക്ക് കയറാം വണ്ടി എന്നാണ്. ഇത് ടിഷ ബേബിക്കുള്ളതാണ്. പൊയ്ക്കാണി അവിടുന്ന്. ഞാൻ ഒരു കാര്യം പറ കേട്ടിട്ടില്ലേ ഉണ്ടല്ലോ, ഇത് ടിഷ ബേബിന്റെ ആണ് കേട്ടോ. നിങ്ങളത് ഇരുന്നാട് പ്ലാസ്റ്റിക് ആണ്, പൊട്ടിയ പിന്നെ ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പറയണത്. അല്ലെ ഇപ്പൊ ഇങ്ങനെ പറങ്ങളോട് വലുതോ? പക്ഷെ നിങ്ങൾക്ക് അതിന് നല്ലപോലെ ഇരുന്ന് ആടാൻ അറിയില്ല. നിങ്ങൾ ഉറക്കാടികാട് കുട്ടി ബൂണുകാടൊക്കെ മൂന്തി കുത്തി ബൂണുകാടൊക്കെ പരിക്ക്. ഇത് വന്ന് മൂണോ? എന്താ ഇബ്രാഹിമേ, നമ്മളെ കുട്ടീനെ ഇങ്ങനെ ബുഗിച്ച. അതേപോലെ ഇന്നലെ രാത്രി എനിക്കൊന്ന് പൊട്ടേണ്ടി വരും കേട്ടോ. ഇന്നലെ രാത്രി ആ കുട്ടി അങ്ങമാതിരി നിലവിളി ഒഴിച്ചിട്ട് ആ താഴത്തേക്ക് ചാടയിട്ടില്ല എന്നുള്ളു. ഞാൻ അപ്പോഴത്തേന് ഞാൻ നീച്ചാണ് എന്നെ വിളിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വിളിച്ചത്. ആ കണ്ടോ? എന്താ പറഞ്ഞ മനസ്സിലായോ? കമ്പ്യൂട്ടറിൽ വീഡിയോ ഇട്ടപ്പോ, അതായത് നമ്മള് ലൈവ് ഇട്ടപ്പോ ടിഷ ബേബിന്റെ തൊള്ളിയിൽ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ ലാപ്പിളേനി. എന്നിട്ട് ആരെ കണ്ടത്? എന്നിട്ട് ആരെടുത്തത്? ആ കണ്ടോ? എന്റെ കുട്ടി ഉണ്ടായതുകൊണ്ട് തിരക്കടില്ല. അവനൊരു കാര്യം പാതിയിട്ട് പറയണേ. അപ്പൊ ഇന്ന് നമ്മള് വാങ്ങിയിട്ടുള്ള മീൻ എന്ന് പറയുന്നത് ഇത് കിളിമീനല്ല ഗൈസ്. ഈസ് ദിസ് കിളിമീൻ. അതായത് കുഞ്ഞോളെ പുതിയാപ്ലക്കോര എന്ന് പറയുന്നത്, അയ്യോ പുതിയാപ്ലക്കോര എന്ന് പറയുന്ന മീൻ ഇതല്ല, ഇത് കിളിമീനാണ്. പുതിയാപ്ലക്കോര ഇതിന്റെ വലുത് റോസ് കളർ ആയിക്കാരം. അതായത് ആ ഒരു പുതിയാപ്ലാര ലുക്ക് ആയിക്കാരം. മേക്കപ്പ് ഒക്കെ ഇട്ട് വലിയ കണ്ണും വലിയ വാലൊക്കെ ഉള്ള, അതായത് കാണുമ്പോ തന്നെ ഒരു ഗാംഭീര്യം തോന്നും ഞമ്മക്ക്. അതാണ് പുതിയാപ്ലക്കോര. കണ്ണൂർ പുതിയാപ്ലാര മാതിരി. ഇത് കിളിമീന്. എന്നാലേ ഞങ്ങളിപ്പോ വരാം കേട്ടോ. കുഞ്ഞുണ്ണിയുടെ മീൻ പിടിച്ച ഞങ്ങൾ പോയിക്കണാറോ, ഒന്ന് പോയാ നോക്കട്ടെ തോട്ടക്ക്. ഒളറ്റിൽ ആരും വേണ്ട, കുട്ടികളാരും വേണ്ട, ആരും കൊണ്ടുപോകില്ല. പിന്നെ ഈ അടുക്കള പുട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ അവനോട് ഞാൻ അത് തുറന്നിട്ടാണ് അബ്രൂര് ഇന്നാള് എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അപ്പൊ എന്ത് നമ്മള് ചീരാത്താളിപ്പും ഇങ്ങോട്ട് ഇറങ്ങടാ, അവിടുന്ന് ഇറങ്ങാറിട്ട് ഇങ്ങനെ നോക്കി നിക്കണ്. നമ്മളെ ചീരത്താളിപ്പും കൂട്ടിയിട്ട് നോക്കാ, ചീരത്താളിപ്പും കൂട്ടിയിട്ടേ മീനും കൂട്ടി ചോറുന്നാണ്. ഇജ്ജുണ്ടാവൂലേ? അബ്രു ഉണ്ടാവില്ലേ? ഇജ്ജുണ്ടാവൂലേ? ആ ഓക്കെ. എന്നാൽ നമ്മള് സോനു വന്ന് ജസ്റ്റ് പോയി നോക്കിയാലോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് തോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ തോട് ഇവിടെ നിന്നൊക്കെ വണ്ടിന്റെ ബ്രേക്കർ പോയാൽ നേരെ തോട്ട് കൈകാരം. ഇവിടെ എവിടെയാണ് ഓല് കെണി വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. എവിടെ മൈക്ക് മറ്റേ പോകറ്റിലിട്ടു. ഇവിടെ എവിടെയോ മീനിന്റെ കെണി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളത് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിലൂടെ കുട്ടികൾ തേരാപ്പാര നടക്കുന്നുണ്ട്. എടാ അവിടെ ആരേലും മീൻ പിടിച്ചിട്ടുണ്ടോ? അവിടെ ആരേലും? താത്ത വിളിച്ചോട്ടെ. പോയോക്ക, അതിന് എത്തണ്ടേ പറഞ്ഞാല് സോനോ കെണിയല്ലേ വെക്കണത്. കെണിയൊക്കെ പറഞ്ഞാല്
അതെന്തേ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലല്ലോ അല്ലേ? ആ അതെ, എനിക്കുള്ള ഡ്യൂട്ടിയേ വീഡിയോ എടുക്കലാണ്. ഇജ്ജൊക്കെ എണിയാക്കാൻ പോയാലേ കേസ്. അപ്പം നമ്മളെ തോട്ട് ഇതാണ്, നമ്മളെ തോട് ഇട്ടത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തോടാണ്. കല്ലുത്തുണോയിക്കോട്ടോ. നമ്മളെ തോട്ടിൽ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ തോടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. തോടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ കെണി ഇതാക്കണം ഇവിടെ കണ്ടെത്തിക്കണം. അപ്പോൾ കുഞ്ഞുണ്ണിയും മക്കളൊക്കെ അതിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ 2-3 കെണി വെച്ചതാണ്. പക്ഷെ ഇതിൽ മീൻ വരുന്നില്ല. അതൊന്ന് കാണിച്ചു കൊടുത്തോടാ, സൂം ചെയ്ത് കണ്ട്. അതാ ഞണ്ട് പോയോ. അപ്പം മീൻ വരാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞണ്ട് ഉണ്ടായിട്ട് കഴിഞ്ഞ്. അപ്പം ഞണ്ട് അവിടെ നിന്ന് കുറച്ച് മാറിയിരിക്കണം അല്ലേ. ഞണ്ട് എന്ത് ചെയ്തിരിക്കണേ നമ്മളെ കെണീൻ്റെ മുന്നിൽ തന്നെ ഒഴിച്ചാട്ടി എന്ന് ഇങ്ങനെ നിൽക്കുക. ഓനേറ്റ ഒന്നും തിന്നില്ല, തിന്നണോലേറ്റ തിന്നാൻ അയക്കൂല. അതായത് മീങ്ങളെ വരെ തിന്നണല്ലോ കേട്ടോ. ആ മീങ്ങളെ ഞങ്ങൾ തിന്നണ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിനേറ്റവും അവൻ അയക്കൂല, കാരണം അതിൽ കയറാൻ അയക്കൂല. അപ്പം ഞണ്ട് ഇപ്പോൾ കുറച്ചാൾ മാറി നിന്നിക്കണം. ഇനി മീങ്ങൾ കയറുമെന്ന് നോക്കട്ടെ. മീങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ആ ഞണ്ടൊക്കെ വല്ല വരല്ല പരിപാടി ഉണ്ട് കേട്ടോ. സിധുവിനോട് വിളിച്ചാണ്ട് ഞണ്ടിനെ അവിടുന്ന് ഒഴിവാക്കിയാണ്ട് ഇതാക്കാൻ പറയണം. സിധുവാ അങ്ങനെ കഴിച്ച് നമ്മളെ ഞണ്ടിനെ ഇവിടുന്ന് മാറ്റാനുള്ള പരിപാടി കേട്ടോ. ഞണ്ടുള്ള സ്ഥലത്ത് നിന്ന് അപ്പോൾ പൊന്തിച്ചാ പൊന്തിച്ച്. ഞണ്ട് കടിച്ചൊന്നുമില്ല, ചെറിയ മറ്റേ ഞണ്ടാണ്. പൊന്തിച്ച് ഇങ്ങോട്ട് എടുത്താ, ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചാ. ഞണ്ടൊക്കെ പോയോ? ഞണ്ടൊക്കെ പാഞ്ഞ് തടിയിച്ചിലാക്കി. മീൻ ഉണ്ടായില് ബങ്ങളൊക്കെ എങ്ങനെ അങ്ങോട്ട് ചാടിയത്? ആ ഓലേനെ അപ്പുറത്ത് കൂടി തന്നെയാണല്ലോ വന്നിക്കണേ. പിന്നെ ഇതിന് ഓല അങ്ങോട്ട് ചാടുന്നത്. ഞാൻ പൊട്ടണല്ലേ ഗൈസ്. ഞാൻ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഈ സെലിബ്രിറ്റി കാട്ടുകൂടിയൊക്കെ വരുന്നത് എന്തിനാണ്? നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ. സോനെ മുന്നിൽ പോയി കണ്ട് ഇങ്ങോട്ട് ക്യാമറ എടുത്താൽ ഞാൻ ഇപ്പോൾ വരുത്തണ കാണിച്ചു കൊടുക്കട്ടെ. തോട്ടുക്കല്ലേ. അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഒരു സെലിബ്രിറ്റി കാട്ടുകൂടിയൊക്കെ വരുന്നത് എന്തിനാ? നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാനാണ്. അതിനെല്ലാം നന്ദി ഉണ്ടാണ്. നിങ്ങളൊരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് അടിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് അടിക്കും, പോസിറ്റീവ് കമൻറ്റ് അടിക്കും. എന്നാലേ നമ്മൾ നാളെ മുതൽ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുള്ളൂ. അല്ലേ നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് കമൻ്റ് ഒന്നും ഇടാതെ പോയാണ്ടല്ലോ പൂസുങ്ങളെ പെരികേറി പൂസും. അനുസരിച്ച് പിരാന്താ ഗൈസ്. അപ്പോൾ അവിടെ മാക്സിപ്പങ്ങളുണ്ട് കേട്ടോ അവിടെ. അല്ല അജ്ജ് ഇന്നലെ പോയിന്ന് കിട്ടി അത്ര ഇവിടുന്ന് കിട്ടും തോന്നുന്നില്ല എനിക്ക്. ഇമ്മറിഞ്ഞേ കുഞ്ഞുണ്ണി മക്കളും പോയിക്കണേ. ഇന്ന് നിറച്ച് മീൻ കൂട്ടി ചോറ് നിറയാണ്ട് പല്ലൊക്കെ തേച്ച് കുത്തിരിക്കണേ. ഇന്ന് വല്ലതും കിട്ടുമോ? ആ മീങ്ങൾ ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്നലെ പറഞ്ഞ മീങ്ങൾ സമയമൊക്കെ നോക്കിയാണ്ടാണല്ലോ ചോറ് തിന്നാൻ വരിക. അപ്പം ഇവിടെ ഒരു കെണി വെച്ചിക്കണേ. ആ കെണിയിലെ പ്രശ്നം എന്താ വെച്ചാൽ ഈ തോട്ടിൽ ഏറ്റവും ചെറിയ മീനുകൾ, അതായത് അന്തം വെക്കാത്ത മീനുകൾ, കുറച്ചൊരു തലച്ചോറുണ്ടെങ്കിൽ ഈ കെണിയിൽ ഒന്നും ചാടൂല. കാരണം പഴയ മാതിരിയില്ല. അപ്പോൾ തോട്ടത്തെ മീനുകൾക്കൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വന്ന് തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസവും വിവരമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പം ജനിച്ചിട്ട് ഉള്ള കുട്ടികളാണ് ഇപ്പം ഈ മീനിൽ ഇതിലുള്ളത്. കുറച്ച് തലച്ചോറിന് സുഖമുള്ള മീനുകൾ അതിൽ കയറുമില്ല, അതിമക്ക് വരില്ല. ഏറ്റവും ചെറിയ കുട്ടികളാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ പൊട്ടത്തരത്തിലൊന്നും ചാടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോൾ ഞങ്ങൾക്കൊരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കെണി വെക്കും. പക്ഷെ നിങ്ങളിതിൽ മീനുകളോടാണ് എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സിനോടല്ല പറയാനുള്ളത്, മീനുകളോടാണ്. മീനുകൾ ഒരിക്കലും ഇതിൽ ചെന്ന് ചാടരുത്. കാരണം നിങ്ങൾ ഈ മീനുകൾ ഇതിൽ ചാടിക്കഴിഞ്ഞാൽ കറുമുറു പറഞ്ഞാണ്ട് ഞങ്ങൾ കടിച്ചു മുറിച്ച് തിന്നാളും. അപ്പോൾ അത് നല്ലോണം ഓർമ്മ വെച്ചോളി, അടങ്ങി നിന്നോളി. ഒരു ഭാഗത്ത് മൂലൊക്കെ പെരയിൽ സിറ്റ് ഔട്ടിൽ ഔലും ചായയും കുടിച്ച് കുത്തിരുന്നോളി. മീനുകളെ വെറുതെ മണ്ടിച്ചെന്ന് കാണ്ട് ഒലത്താൻ നിൽക്കണ്ട. ഒരു വെള്ളത്തുണിയും ഒരു ഓട്ടയും കാണുമ്പോൾ മണ്ടിച്ചെന്ന് അതിൽ കയറിയാണ് ഉണക്കമീനും സർവത്തും ഉണ്ട് പറഞ്ഞാണ്ട് മണ്ടിച്ചെന്ന് കയറിയിട്ട് ജീവൻ പോണ പരിപാടിയാണ്. അന്തണ്ടോ മീങ്ങളെ? തലച്ചോറുണ്ടോ മീങ്ങളെ നിങ്ങൾക്ക്? ഇവിടെ പ്രത്യേകത, ഇവള് കെണി വെക്കുമ്പോ ഉള്ളിലും ഫുഡ് വെക്കും. പിന്നെ മേലെ അതിന്റെ സ്മെല്ല് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 കിലോ ഇത് എന്ത് ചെയ്യും, അവിടെ ആ ഇലമ്മ തട്ടരുത് കേട്ടോ. അതുമ്മ കണ്ടിരിക്കുക കടന്നൽ കൂട്. അത് കാണിച്ചു കൊടുത്താ ഈ ഇലമ്മ അത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താ
ഗൈസ് നല്ല പാനിക്കടന്നലുണ്ട് കേട്ടോ. സോനുവിന്റെ തൊട്ട് ബാക്കിൽ കുട്ടികളെ ഇവിടേക്ക് വരുമ്പോ ശ്രദ്ധിച്ചോ, ഹലാക്കിന്റെ പാനിക്കടന്നലാണ് ഈ വായമ്മ. അതിൽക്കൂടെ പോകുമ്പോഴേ നിങ്ങളെ തട്ടി കടഞ്ഞിട്ടേ അത് കുത്തിയാണ്ടല്ലോ കടഞ്ഞിട്ട് പോയും നിങ്ങള്. അപ്പൊ ഗൈസ് നടക്കാം, നമുക്ക് ബാക്കിൽ തന്നെ പോവാ. കാണൂലല്ലേ പെട്ടെന്നൊന്നും. പോവാ നമുക്ക് വിടുന്നു, വേഗം തട്ടി എടുക്കുക. പാനിക്കടന്നലാണതേ. കണ്ണിന് പാനിയാണ് വരും, അങ്ങനെയാണ് ഈ പാനിക്കടന്നൽ എന്നുള്ള പേര്. കണ്ണിലിങ്ങനെ പാനി നിറയും, കണ്ണിരുന്നോലെ ഒളിച്ചും കാട്ടി കൊണ്ടിട്ട്. അപ്പം നമ്മൾ പോയോട്ടെ, മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളെങ്ങനെ പോരുന്നേ? നടന്ന് കാണ്ടാ? ആ ഓക്കെ. ആറുമ്പോഴത്തിന് ഓക്കെ ഇറങ്ങാണ്ട് അല്ലെ പിന്നെ ഓനെയും കൊണ്ടുപോകേണ്ടി വരും. നമ്മളത് അങ്ങോട്ട് റെഡി ആക്കുക. ഓക്കെ പോട്ടെ. ആ ആരാ മൊബൈല്? ഇതോ ഇവിടെ